2025 ജൂലൈയിലെ സെറ്റ് എക്സാമിലെ മലയാളം ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ആലത്തൂർ മണിപ്രവാളത്തെ സാധൂകരിക്കാൻ ലീലാതിലകകാരൻ പറയുന്ന സൂത്രം. ഉത്തരം ന്യൂനത്വേ അധമം. ആലത്തൂർ മണിപ്രവാളത്തെ സാധൂകരിക്കാൻ ലീലാതിലകകാരൻ പറയുന്ന സൂത്രമാണ് ന്യൂനത്വേ അധമം. ചോദ്യം നമ്പർ 2, അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേല പാഴിൽ എന്നെഴുതിയ കവി വള്ളത്തോൾ. അന്യഭാഷാബ്ദിയിൽ ആണ്ടുമുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേല പാഴിൽ എന്നെഴുതിയ കവിയാണ് വള്ളത്തോൾ. ചോദ്യം നമ്പർ 3, മയൂര സന്ദേശത്തിന് AR എഴുതിയ ആമുഖം വ്യാജസ്തുതിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ജോസഫ് മുണ്ടശ്ശേരി. മയൂര സന്ദേശത്തിന് AR എഴുതിയ ആമുഖം വ്യാജസ്തുതിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം നമ്പർ 4, ദളിതൻ എന്ന ആത്മകഥ എഴുതിയത് ആര്? KK കൊച്ച്. ദളിതൻ എന്ന ആത്മകഥ എഴുതിയത് KK കൊച്ച്. താഴെ പറയുന്നവിൽ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടേതല്ലാത്ത കൃതി ഏത്? ലക്ഷ്മി കല്യാണം. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടേതായ കൃതികളാണ് ശബ്ദധാരാവലി, ധർമ്മഗുപ്ത വിജയം, മദനകാമചരിതം. ചോദ്യം നമ്പർ 6, ദൈവനീതിക്കു ദാക്ഷിണ്യമില്ല CVയുടെ ഏത് കഥാപാത്രത്തിന്റെ വാക്കുകൾ? കേശവൻ ഉണ്ണിത്താൻ. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല CVയുടെ കേശവൻ ഉണ്ണിത്താൻ എന്ന കഥാപാത്രത്തിന്റെ വാക്കുകളാണ്. ചോദ്യം നമ്പർ 7, നാട്യകൽപദ്രുമം ഏത് കലാരൂപത്തെ സംബന്ധിച്ചുള്ള കൃതിയാണ്? കൂടിയാട്ടം. നാട്യകൽപദ്രുമം കൂടിയാട്ടം എന്ന കലാരൂപത്തെ സംബന്ധിച്ചുള്ള കൃതിയാണ്. പാമരജനങ്ങളെ മയക്കി സാഹിത്യച്ചെപ്പടി കാണിക്കുന്ന ഒരു മായാവിദ്യക്കാരനാണ് ധർമ്മരാജാവിന്റെ കർത്താവ് എന്ന് CVയെ വിമർശിച്ചത് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പാമരജനങ്ങളെ മയക്കി സാഹിത്യച്ചെപ്പടി കാണിക്കുന്ന ഒരു മായാവിദ്യക്കാരനാണ് ധർമ്മരാജാവിന്റെ കർത്താവ് എന്ന് CVയെ വിമർശിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ചോദ്യം നമ്പർ 9, മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതി? ഘോഷയാത്ര. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് ഘോഷയാത്ര.